ദിലീപേട്ടന്റെയും എന്റെയും തുടക്കം ഒരുപോലെയാണെന്ന് ഗബ്രി ദിലീപിനോട് പറഞ്ഞു. രണ്ടുപേരും കമൽ സാർ വഴിയാണ് സിനിമയിലേക്ക് വരുന്നത് എന്ന് ഗബ്രി സൂചിപ്പിച്ചു. ഗബ്രി പണ്ട് അഭിനയിച്ച പ്രണയമീനുകളുടെ കടൽ എന്ന സിനിമയെ പറ്റിയും ദിലീപിനോട് സംസാരിച്ചു. ദിലീപേട്ടൻ സിനിമയിലെ ഒട്ടുമിക്ക മേഖലകളും കീഴടക്കി കഴിഞ്ഞു. ഇനി ഏത് മേഖലയാണ് കീഴടക്കാനായി ബാക്കിയുള്ളത് എന്നായിരുന്നു ഗബ്രിയുടെ ചോദ്യം. അങ്ങനെയൊന്നുമില്ല, പ്രേക്ഷകരാണ് എനിക്ക് വലുത്. പ്രേക്ഷകർ സ്വീകരിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. എന്നെ ഇവിടം വരെ എത്തിച്ചതും പ്രേക്ഷകരാണല്ലോ. അവർ ആസ്വദിക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ നൽകണമെന്നാണ് എന്റെ ആഗ്രഹമെന്നും ദിലീപ് പറഞ്ഞു. കൂട്ടത്തിൽ സായിയെ കുറിച്ച് സംസാരിച്ചു. സായി പണ്ട് ദിലീപ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ലൊക്കേഷനിൽ വന്നിരുന്നു ഫോട്ടോ എടുക്കാൻ. പക്ഷേ താൻ അപ്പോൾ മേക്കപ്പിലായിരുന്നതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലെന്നും പിന്നീട് മേക്കപ്പെല്ലാം അഴിച്ചപ്പോഴേക്കും സായി പോയി കഴിഞ്ഞിരുന്നു എന്നും ദിലീപ് സൂചിപ്പിച്ചു. സാധാരണ കഥാപാത്രമായി വേഷമിട്ടിരിക്കുമ്പോൾ ആ കോസ്റ്റ്യൂമിൽ പുറത്തുള്ളവരുമായി ഫോട്ടോസ് എടുക്കാറില്ല. അത് കാരണമാണ് അന്ന് ഫോട്ടോ എടുക്കാൻ പറ്റാതിരുന്നതെന്നും പക്ഷേ ഇവിടെ വെച്ച് സായിയെ കണ്ടുമുട്ടിയല്ലോ എന്നും ദിലീപ് പറഞ്ഞു. സായിയുടെ മുടിക്ക് എന്തു പറ്റിയെന്നും ദിലീപ് ചോദിച്ചു. ഇവിടെ വന്ന് ഇവിടുത്തെ സ്ട്രെസ് മൂലം മുടി നരച്ചു പോയതാണോ അതല്ലെങ്കിൽ മാറ്റിപ്പിടുത്തത്തിന്റെ ഭാഗമായി മാറ്റിപ്പിടിച്ചതാണോ എന്നും ദിലീപ് ചോദിച്ചു. താൻ മാറ്റിപ്പിടിച്ചതാണ് ദിലീപേട്ട എന്നാണ് സായി പറഞ്ഞത്. സീക്രട്ട് ഏജന്റ് അല്ലേ എന്ന് ദിലീപ് പ്രത്യേകിച്ച് എടുത്തു ചോദിച്ചു.